ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1. The leaves of plants around us are arranged in different patterns. The arrangement of leaves of hibiscus, tulasi and blackboard tree is given. എന്താ പറഞ്ഞിരിക്കുന്നേ? നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, തുളസി, ഏഴിലംപാല എന്നിവയുടെ ഇലകളുടെ ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഗിവൻ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ദർ ലീവ്സ്. പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഉചിതമായ തലക്കെട്ട് നൽകുക. അപ്പോൾ ഏതെല്ലാമാണ്? ഗോൾഡൻ ട്രംപറ്റ് കോളാമ്പി, സൺഫ്ലവർ, ഗൗവ, ഒലിയാൻഡർ അരളി, മാംഗോ, ലീക്കസ് തുമ്പ. നമുക്ക് ആദ്യത്തെ പിക്ചർ നോക്കാം. അത് ഹിബിക്കസ് ചെമ്പരത്തി അല്ലേ. അതിൻ്റെ എന്തായിരിക്കും വരിക? ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്. ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് എ സിംഗിൾ ലീഫ് അറ്റ് എ നോഡ്. അടുത്തത് തുളസി. തുളസീൻ്റെ എന്തായിരിക്കും വരിക? ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് അല്ലേ. ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് 2 ലീവ്സ് ഓൺ എ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ നോഡ്. അടുത്തത് ബ്ലാക്ക് ബോർഡ് ട്രീ ഏഴിലം പാല. അതേതാ വരിക? റോൾഡ് അറേഞ്ച്മെന്റ് അല്ലേ. റോൾഡ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും? ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് മോർ ദാൻ 2 ലീവ്സ് അറൌണ്ട് എ നോഡ്. മക്കൾ ഈ പിക്ചർ നോക്കുക. ഇതിലുണ്ട് ഏതെല്ലാമാണ് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്, ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ആൻഡ് റോൾഡ് അറേഞ്ച്മെന്റ് എന്തൊക്കെ മക്കൾ നോക്കി മനസ്സിലാക്കുക. സൺഫ്ലവർ ഇതിലൊന്നും പെടുന്നില്ല. സൺഫ്ലവർ സ്പൈറൽ അറേഞ്ച്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദർ ഈസ് എ നെസസറി ഫോർ പ്ലാന്റ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തരം എഴുതുക. അപ്പം എന്തായിരിക്കും മക്കളെ? Yes, there is a necessity for plants to have different leaves arrangements. Different arrangements provide various benefits such as maximizing exposure to sunlight and space, reducing shading and competition among leaves, enhancing gas exchange and transpiration, supporting structural integrity and plant stability, adaptation to environmental conditions and evolutionary pressures. Next question. I help plant in photosynthesis. I am green in color. My present is the reason why plants appear green. Can you name me? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾ പച്ചനിറം ഉണ്ടാകാൻ കാരണം എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പേര് പറയാമോ? അപ്പം എന്തായിരിക്കും മക്കളെ? ക്ലോറോഫിൽ അല്ലേ, ഹരിതകം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ദ കോട്ടിലിഡൻസ് ഓഫ് ബീൻ, പയർ ആൻഡ് മൈസ്, ചോളം ആർ ഗിവൺ. ദീസ് പ്ലാന്റ്സ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ്. പയർ, ചോളം എന്നിവയുടെ ബീജപത്രമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. മക്കൾ പിക്ചർ നോക്കിയേ. ദ ഗ്രീൻ ഗ്രാം ഹാസ് 2 കോട്ടിലിഡൻ അല്ലേ. 2 കോട്ടിലിഡൻ ഉണ്ട്. അടുത്തത് കോൺ നോക്കിയേ. കോൺ ഹാസ് ഓൺലി 1 കോട്ടിലിഡൻ. അടുത്തത് ഇൻ കോൺ ദർ ഈസ് എ ടിഷ്യൂ കോൾഡ് എൻഡോസ്പേം അട്രാക്ട് ടു ദ കോട്ടിലിഡൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് പ്ലാന്റ്, വീനേഷൻ പാറ്റേൺ, റൂട്ട് ടൈപ്പ്. സസ്യം, സിരാവിന്യാസം, വേരുപടലം. കോൺ, വീനേഷൻ പാരലൽ, റൂട്ട് ടൈപ്പ് ടാപ്പ് റൂട്ട് ആൻഡ് ഫൈബ്രസ്. അടുത്തത് ഷുഗർ കെയിൻ്റെ വീനേഷൻ പാരലൽ, റൂട്ട് ടൈപ്പ് ഫൈബ്രസ്. അടുത്തത് പ്ലാന്റ്, പാഡി, വീനേഷൻ പാരലൽ, റൂട്ട് ടൈപ്പ് ഫൈബ്രസ്. അടുത്തത് വീറ്റ്, വീനേഷൻ പാരലൽ, റൂട്ട് ടൈപ്പ് ഫൈബ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ എൻഡോസ്പേം ഇൻ മെയ്സ്? ചോളത്തിൽ കാണപ്പെടുന്ന ബീജാണുത്തിൻ്റെ ധർമ്മം എന്താണ്? എന്തായിരിക്കും മക്കളെ? The endosperm in maize provides nutrient to the developing seedlings. It stores food in the form of carbohydrate, protein, and oils, which are used by the seedlings during germination and early growth. Next question.
Write the name of a plant that has the same number of cotyledons as that bean seed. എന്താ പറഞ്ഞിരിക്കുന്നത്? പയർവിത്തിലെ ബീജപത്രത്തിന്റെ എണ്ണത്തിന് സമാനമായ എണ്ണം ബീജപത്രമുള്ള ഒരു സസ്യത്തിന്റെ പേര് എഴുതുക. അപ്പം എന്തായിരിക്കും മക്കളെ? ചീക്ക് പീ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mice leaves have parallel venation. Identify the plant from the list that does not have parallel venation. എന്താ പറഞ്ഞിരിക്കുന്നത്? ചോളം ഇലയിൽ കാണപ്പെടുന്നത് സമാന്തര സ്ഥിരവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര സ്ഥിരവിന്യാസമില്ലാത്ത സസ്യത്തെ കണ്ടെത്തുക. ഏതായിരിക്കും? ഷുഗർ കെയിൻ, പാഡി, ചിപ്പി, വീറ്റ്. ഷുഗർ കെയിൻ, പാഡി, വീറ്റ് പാരലൽ വീനേഷനാണ്. ചിപ്പി ആണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. India has launched numerous artificial satellites for various purposes. ഇൻസാറ്റ് ആൻഡ് എഡ്യൂസാറ്റ് ആർ സം ഓഫ് ദം. വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ നിരവധി കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, എഡ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. ഐഡന്റിഫൈ ദ മെയിൻ യൂസസ് ഓഫ് ഇന്ത്യാസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആൻഡ് ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ കണ്ടെത്തി ആശയഭൂപടം തയ്യാറാക്കുക. ഫസ്റ്റ് ഇൻസാറ്റ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എഡ്യൂസാറ്റ്, എഡ്യൂക്കേഷൻ. IRNSS, നാവിഗേഷൻ. കാട്രോസാറ്റ്, ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ. ആസ്ട്രോസാറ്റ്, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്. GSAT-7, എമിസാറ്റ്, ഡിഫെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. എന്താ പറഞ്ഞിരിക്കുന്നത്? GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക. അപ്പോൾ എന്തായിരിക്കും മക്കളെ? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. എർത്ത് ഓർബിറ്റ്സ് ദ സൺ ആൻഡ് ദ മൂൺ ഈസ് എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. ആൽഫ സെഞ്ചുറി. A is the closest star to the sun. The following are different celestial bodies arranged in increasing size. Choose the correct order. എന്താ പറഞ്ഞിരിക്കുന്നത്? സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യൻ. സൂര്യനെ വലം വയ്ക്കുന്ന ഭൂമി, ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ആൽഫ സെന്റോറി, എ എന്നിവ ആകാശഗോളങ്ങളാണല്ലോ. ഇവയുടെ വലിപ്പം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്നു. ശരിയായത് എഴുതുക. ഫസ്റ്റ് നോക്കിയേ, സൺ, എർത്ത്, മൂൺ, ആൽഫ സെന്റോറി. നെക്സ്റ്റ് സൺ, ആൽഫ സെന്റോറി, എ, മൂൺ, എർത്ത്. അടുത്തത് മൂൺ, എർത്ത്, സൺ, ആൽഫ സെന്റോറി, എ. അടുത്തത് ആൽഫ സെന്റോറി, എ, സൺ, എർത്ത്, മൂൺ. അപ്പം മക്കളിൽ ഏതായിരിക്കും എൻ്റെ ആൻസർ വരിക? സി ആണ്. മൂൺ, എർത്ത്, സൺ, ആൽഫ സെന്റോറി, എ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. In household, different types of stoves are used for cooking. വീടുകളിൽ പാചകം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ പിക്ചർ നോക്കിയ മക്കളെ, അത് വിറകടുപ്പല്ലേ. രണ്ടാമത്തത് സ്റ്റൗ, അടുത്തത് ഗ്യാസ് സ്റ്റൗ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റൗസ് ആർ മെൻഷൻ എബവ്? ഞാൻ പറഞ്ഞത് തന്നെ. എന്തായിരിക്കും? ഓപ്പൺ ഹെർത്ത്, കെറോസിൻ സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What factors should be considered to ensure that firewood burns well in a traditional stove? എന്താ പറഞ്ഞിരിക്കുന്നത്? വിറകടുപ്പിൽ വിറക് നന്നായി കത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയായിരിക്കും മക്കളെ? Do you observe the hearth is burning slowly and insufficiently in some times? In such time, burning is enhanced by increasing airflow, by increasing the area of hearth, removing some firewood to allow more air to pass or blowing air by a pipe, etc. Next question. Design an experiment to prove that air is necessary for combustion. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം ചെയ്യുക. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. എക്സ്പെരിമെൻറ്റ്. ഫിക്സ് 2 burning candles of equal size on a table. Cover one candle with a big glass tumbler as shown in the picture. Observe the changes. Observation. The uncovered candle burned till it's exhaust, but the candle covered with glass tumbler get put off after some time. The candle is put off when the oxygen around its exhaust, but the candle getting continuous flow of air is still burning.
This means that oxygen air is required for burning. Next activity 5. In connection with the World White Cane Day, the Science Club has decided to organize a seminar. ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ ദ സെമിനാർ ഇൻക്ലൂഡിംഗ് ദ ഡിവൈസസ് യൂസ്ഡ് ടു അസിസ്റ്റ് വിഷ്വലി ഇംപയർഡ് ഇൻഡിവിജ്വൽസ്. കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വൈറ്റ് കെയിൻ ആൻഡ് സ്മാർട്ട് കെയിൻ. ദ വൈറ്റ് കെയിൻ allows users to scan their surroundings for obstacles. There are wide to make them easier for drivers to see, especially at night. White color is also a signal to others that the user is visually challenged. Next, smart cane. Compared to white cane, smart cane is superior. It has sensors to detect obstacles up to 2 meters away. They can also detect potholes, etc. They vibrate to inform about obstacles. Some canes have GSM, Global System for Mobile Communication, and GPS, technology for security in emergencies. Next, for writing and reading. The instrument is called Orbit Reader. Next question. What is the name of the system used by visually impaired individuals for reading and writing? കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? എന്തായിരിക്കും മക്കളെ? ബ്രെയിൽ. This is a screen header that helps the visually challenged to read their computer. It provides spoken audio or braille. Next activity 6. Animals have different organs that help them understand their surroundings. These are called sense organs. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗൻ ഹെൽപ്സ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ്? ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? വിങ്സ്, ചിറക്, ആൻറ്റിനെ, സ്പർശിനികൾ, ലെഗ്സ്, കാല്, സ്കിൻ, ത്വക്ക്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? ലെഗ്സ്. ചിത്രശലഭങ്ങളെ ടേസ്റ്റ് അറിയാൻ, രുചി അറിയാൻ സഹായിക്കുന്ന അവയവം കാലുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസ് ഹെൽപ്പ് us see the beautiful sides of this world. What are the healthy habits we should follow to maintain good eye health? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമായിരിക്കും മക്കളെ? ഡു നോട്ട് റബ് ദ ഐസ്, ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ, ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്, ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻസ്, എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഡു നോട്ട് യൂസ് ദ handkerchief used by others. Read in a well-lit place. Get the eyes tested periodically. Include fruit, leafy, and other vegetables in the diet. Next question. The ear is the sense organ that helps us hear. Hearing impairment can occur due to various reasons. What is the name of the device used to assist people with ഹിയറിംഗ് ലോസ്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? എന്തായിരിക്കും മക്കളെ? ഹിയറിംഗ് എയ്ഡ്. Next, we know that food tastes better when we chew it thoroughly. Which specialized part of the tongue helps in identifying different tastes? എന്താ പറഞ്ഞിരിക്കുന്നത്? ചവച്ചരക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദ് കൂടുതൽ ആസ്വാദകരമാകുന്നു എന്ന് നമുക്കറിയാം. നാവിൻ്റെ ഉപരിതലത്തിൽ സ്വാദ് അറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗം ഏതായിരിക്കും മക്കളെ? ടേസ്റ്റ് ബഡ്സ്. The taste buds on the tongue help us to sense taste. Next activity 7. In the animal kingdom, insects are a diverse group of organisms.
The larvae of some insects are known as worms. ജന്തുലോകത്ത് കാണപ്പെടുന്ന വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. വിവിധ തരം പ്രാണികളുടെ ലാർവകളാണ് ചില ഇനം പുഴുക്കൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Manu is preparing a table of insects and their larvae in class. Can you check if there are any mistake and help him arrange them correctly? എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലാസ്സിൽ മനു പ്രാണികളും അവയുടെ ലാർവകളും ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയാണ്. ഇത് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ ചന്തുവിനെ സഹായിക്കാമോ? ആ പട്ടികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മക്കളത് ശരിയാക്കി എഴുതുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ മെറ്റാമോർഫോസിസ് സ്റ്റേജ് ഓഫ് എ കോക്രോച്ച് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. What is the name given to the young ones that hatch from cockroach eggs? പാറ്റയുടെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത്? എന്തായിരിക്കും മക്കളെ? നിംഫ്. The young out of the egg. Next question, explain the different stages of cockroach metamorphosis. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കുക. അപ്പം എന്തായിരിക്കും? The young that hatches out of the egg has some similarity with the parent. They have no fully developed wings or reproductive organs. They undergo changes and become adult. During this process of change, they shed the outer shell of their body, which is replaced every time by a new shell. There is no pupa stage here. The stages are egg, larva, adult. Example, grasshopper, cockroach, cricket, dragonfly. അപ്പം നമ്മളെല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കി. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.